വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ആരാധ്യയായിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള കാഞ്ചന മാഡം അവർ, നമ്മുടെ കലാരംഗത്തെ സർവ മേഖലകളിലും സർവകലാവല്ലഭൻ എന്ന് പലതവണ വിശേഷിപ്പിക്കാവുന്ന ഗാനരംഗത്തായാലും കലാരംഗത്തായാലും അതുപോലെ തന്നെ നല്ലൊരു അധ്യാപകൻ എന്നുള്ള രംഗത്തായാലും നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുരേഷ് തിരുവാലിത്ത. എങ്ങനെയാണ് സാറ് വിശേഷിപ്പിക്കേണ്ടത്? എനിക്ക് വാക്കുകളില്ല. ഏറ്റവും അഭിമാന പുരസ്സരം എൻ്റെ സ്വകാര്യ അഹങ്കാരമായി പറയുന്നത് സാറെ കൂടെ 2 കൊല്ലം എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു യോഗം ഈശ്വരൻ തന്നു എന്നുള്ളത് എപ്പോഴും ഒരു അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന നഷ്ടങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സാറുമായിട്ടുള്ള സഹവാസം ഒരുപാട് ഞങ്ങൾക്ക് രസമായിരുന്നു. അടിച്ചുപൊളിച്ച ജീവിതമായിരുന്നു നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ. നമുക്കറിയാം, ചന്ദനമഴ എന്നുള്ള സീരിയൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് സാറ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് ഞങ്ങളൊക്കെ ഇതിൻ്റെ ആരാധന, എൻ്റെ വീട്ടുകാർ അമ്മയൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സുരേഷ് മാഷ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാലമായിരുന്നു. പിന്നീട് സാർ അവിടുന്ന് രസാഗു, വെള്ളാട്ടം തുടങ്ങിയിട്ടുള്ള നിരവധി സിനിമകളിലൂടെ സാറ് ജനശ്രദ്ധ നേടി. അതുപോലെ തന്നെ കനൽ എന്നറിയപ്പെടുന്ന തിരുവാലിയുടെ നമ്മുടെ ഒരു പ്രശസ്തി ലോകത്തെത്തിച്ചിട്ടുള്ള നാടൻപാട്ട് സംഘത്തിൻ്റെ പ്രയോക്താവ്, സർവോപരി നല്ലൊരു ഡ്രോയിങ് അധ്യാപകൻ, കലാകാരൻ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരൽ വളരെ ചുരുക്കാം. യേശുദാസ് നന്നായി പാട്ട് പാടായിരിക്കും, പക്ഷേ ചിത്രം വരയ്ക്കുമെന്ന് അറിയില്ല. ആർട്ടിസ്റ്റ് നമ്പൂതിരി നന്നായിട്ട് ചിത്രം വരയ്ക്കും, പക്ഷേ പാട്ട് പാടാൻ പ്രയാസമാണ്. ഇത് രണ്ടും കൂടി എല്ലാ കാര്യങ്ങളിലും നല്ലൊരു അധ്യാപകനായിട്ട് പല തലങ്ങളിലും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അദ്ദേഹത്തെ സാന്നിധ്യം ഈ വേദിയിലുണ്ട് എന്നുള്ളത് നമ്മുടെ കോളേജിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളായി എത്താമെന്ന് ഏറ്റുവരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും സ്മരിച്ചുകൊണ്ട് വളരെയധികം ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റായിരുന്നു ഈ ഒരു കോളേജ് യൂണിയൻ്റെ അഡ്വൈസർ അല്ലെങ്കിൽ സ്റ്റാഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ. കാരണം യൂണിയനും അതുപോലെ തന്നെ സ്റ്റാഫും തമ്മിലുള്ള ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കുന്നൊരു പാലമാണ് ഈ അഡ്വൈസർ എന്ന് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഈ ഒരു സംരംഭം ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കി തന്ന പ്രിയപ്പെട്ട എല്ലാ യൂണിയൻ അംഗങ്ങൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും മാനേജ്മെൻറ്റിനും എല്ലാം ഒറ്റവാക്കിൽ നന്ദിയും ആശംസയും അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാഞ്ചനമാല മേഡത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കുളിരേകുന്ന ഒരു അനുഭവമാണ് പ്രണയം. പ്രണയം ഒരു തിരിച്ചറിവാണ്. തന്നെ അറിയുവാനുള്ള, തൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും പരപ്പും അളക്കുവാനുള്ള, സ്നേഹിക്കുവാൻ തനിക്കും ഒരു ഹൃദയമുണ്ട് എന്ന് സ്വർഗതുല്യമായ തിരിച്ചറിവാണ് പ്രണയം. ചരിത്രത്തിൽ പ്രണയത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഷാജഹാൻ, മുംതാസ്, ലൈല മജ്നു, റോമിയോ ജൂലിയറ്റ്, അതിനൊപ്പം നമ്മൾക്ക് ഓർക്കാനുള്ള ഒരു നാമം കൂടിയാണ് മൊയ്തീൻ കാഞ്ചന. എന്നതിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് നമ്മൾക്ക് ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് ലഭിച്ചിട്ടുള്ളത്. So I invite our eminent and famous, ever charming personality Kanjanamala on stage to inaugurate our union inauguration. വേദിയിലെ മഹത്തുക്കളെ, എൻ്റെ മുമ്പിലുള്ള അധ്യാപകരെ, ഓമന മക്കൾ, ഒരു പനി വന്ന് ശബ്ദം അടഞ്ഞിരിക്കുകയാണ് എനിക്ക്. അത് ഇന്നലെ മലിക്ക് വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. ഇന്നലെയാണ് ഞാൻ അറിയുന്നത്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് ആ റൂമിൽ കുറേ നേരം ഇരിക്കുന്ന സമയം നിങ്ങളുടെ കലാപരിപാടി കാണാമായിരുന്നു എന്നിപ്പോൾ തോന്നുകയാണ്. കാരണം ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ ആ സമയം ഇരിക്കുകയായിരുന്നു നല്ലത് എന്നെനിക്ക് തോന്നുകയാണ്, സത്യമായിട്ട് തോന്നുകയാണ്. കാരണം ഞാനൊരു കലാസ്നേഹിയാണ്, കലാകാരിയാണ്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ സമൂഹം എവിടെ എത്തിയിരിക്കുന്നത്. കലാകാരനായാലും കലാകാരിയായാലും എവിടെയായാലും നമ്മുടെ സമൂഹം ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും താഴോട്ട് നടന്നു പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കലയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞാലോ കലാകാരിയല്ല എന്ന്. പക്ഷേ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ പുരുഷന്മാർ, യുവാക്കൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വാർദ്ധക്യത്തിൽ. എന്താണ് സംഭവിച്ചത്? നമുക്ക് ഈയിടെ ഒരു PGക്ക് പഠിക്കുന്ന ഡോക്ടറുടെ ആത്മഹത്യ.
അവൾ ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കും. അവളുടെ മനസ്സിൻ്റെ വേദന കൊണ്ടാണ് ചെയ്തത്. പക്ഷെ ചെയ്യരുതായിരുന്നു. സ്ത്രീകൾ ഒരിക്കലും ചെയ്യരുതായിരുന്നു അവൾ ആത്മഹത്യ. ഈ സ്ത്രീധനത്തിന് വേണ്ടി മൗനാനുവാദം നൽകിയ അവളുടെ സുഹൃത്തിനെ എൻ്റെ മുഖത്ത് അവൾ കാർക്കിച്ച് തുപ്പുകയായിരുന്നു വേണ്ടത്. എങ്കിൽ നമുക്ക് ഞാൻ സേവാമന്ദിരിൽ അവളെ കൊണ്ടുവന്ന് ആദരിക്കുമായിരുന്നു. നമ്മൾ എവിടേക്കാണ് എത്തിയിരിക്കുന്നത്? പുരുഷനായാലും സ്ത്രീയായാലും വളരെ ധീരരും വളരെ ശക്തരുമായ യുവ തലമുറയെയാണ് ഞാൻ കാണുന്നത്. പലരും ചോദിക്കും, നിങ്ങൾ യുവതലമുറയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞാൻ പറയും നല്ല അഭിപ്രായമാണ്, നല്ല തൻ്റെ ഉള്ള കുട്ടികളാണ്. അങ്ങനെ അതിൽ വരുന്ന ചില അപാകതകളാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പലപ്പോഴും നിങ്ങൾക്കറിയാം, സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു 2 മാസം കഴിഞ്ഞ് എന്നെ നിത്യം യാത്രയാണ് 2-3 പരിപാടിയിലേക്ക്. 2-3 പരിപാടിയിലേക്ക് വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നമ്മുടെ മലപ്പുറം ജില്ല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജില്ലയാണ്. ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ പറയും. കാരണം നമ്മുടെ സിനിമ വരുന്നതിൻ്റെ മുമ്പൊക്കെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തക മാത്രമാണ്. ആ ബേസിൽ സ്റ്റേറ്റ് അന്ന് കുടുംബശ്രീ ആയിട്ട് സ്റ്റേറ്റ് മഹിളാ സമാജത്തിൻ്റെ സെക്രട്ടറി, ആദ്യം കുന്നംകുളം ബ്ലോക്ക്, കോഴിക്കോട് സ്റ്റേറ്റ്, അങ്ങനെ സ്റ്റേറ്റിൽ വന്ന സമയത്ത് പിന്നെ കേരള വോളണ്ടറി ഏജൻസീസ് ലീഗ് എന്നൊരു സന്നദ്ധ സംഘടന കൂട്ടായ്മയിലും വന്ന സമയത്ത് എനിക്ക് എല്ലാ ജില്ലയിലും പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മാന്യമായും ഏറ്റവും സ്നേഹപൂർണ്ണമായും പെരുമാറിയ ജില്ല മലപ്പുറം ജില്ലയാണ്. അതുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയെ നമിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരായി ഞാൻ കരുതുകയാണ്. പണ്ടെങ്ങോ നടന്ന ഒരു മുസ്ലിമിൻ്റെ രേഖണ എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തെ എതിർക്കുന്നവരുണ്ടാവും. ഒരിക്കലുമല്ല, അത് അവരുടെ കുറ്റമായിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രം അറിയാം. ഏതായാലും ഈ മലപ്പുറം ജില്ലയിലൊരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇത് ഏറ്റെടുത്തത്. അതിന് മുമ്പ് അറിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ശബ്ദം തുറക്കണ്ടേ. നിങ്ങളോട് വല്ലതും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബോറടിക്കുന്നതിൽ എനിക്കും വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് നീട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിക്കുകയാണ്. പെൺകുട്ടികളോടാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത് ആൺകുട്ടികളും കൂടിയാണ് എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അന്ന് നിത്യവും 2-3 പരിപാടികളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും ഇപ്പോൾ 2-3 സ്റ്റാഫും ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കും, സ്ത്രീകളിരിക്കുന്ന സ്ഥലത്തായിരിക്കും എനിക്ക് സ്ഥാനം മിക്കവാറും ഇരിക്കാൻ തരുന്നത്. അപ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കായിരുന്നു, എങ്ങനെ നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ നന്നായി മാന്യമായി പെരുമാറുന്നവരാണോ എന്ന് വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു സ്ഥലത്തുനിന്ന്. അപ്പം ഒരു സ്ത്രീ വന്നു, ഒന്നും പറയണ്ട. അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഭർത്താക്കന്മാർക്ക് വേണ്ടി ചാരിത്രം സൂക്ഷിക്കുന്നത്? നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ചാരിത്രം സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താണ് ഉത്തരം പറയാം? ഇതാ ചെരുപ്പാണ് കാലിൽ, കണ്ണടിച്ച് പൊട്ടിക്കും. അങ്ങനെ അവർ സുഹൃത്തുക്കളാണല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്നും പറയണ്ട. നിങ്ങൾ പറയേണ്ട വാക്കുകൾ ഇതാണ്: ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചാരിത്രം സൂക്ഷിക്കുന്നേ ഇല്ല. ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഞങ്ങളുടെ അഭിമാനമാണ്. നമ്മുടെ അഭിമാനമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ അഭിമാനം കാത്തു രക്ഷിക്കാനാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ വേണ്ടത്. നിങ്ങളെ കൂടെ പഠിക്കുന്നവർ, നിങ്ങൾ സ്നേഹിക്കുന്നവരും ഒക്കെ ആ അഭിമാനത്തെ കാത്തു രക്ഷിക്കാനുള്ള ചുമതലയാണ് നിങ്ങൾ വഹിക്കേണ്ടതെന്ന്. ആ ഡോക്ടർ മരിച്ചിട്ടില്ല, അയാളെ എന്തെങ്കിലും കാണാൻ പറ്റിയാൽ, മരിച്ചിട്ട് കൊലപാതകമൊന്നും നടന്ന് കാണാൻ കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം അതാണ്. അങ്ങനത്തെ സുഹൃത്തുക്കളോട് എനിക്ക് ഇതിലാരെങ്കിലും ഉണ്ടെങ്കിൽ ചതിക്കരുത്. മനസ്സിലായി? ചതി നമുക്കൊരിക്കലും നല്ലതല്ല. നിങ്ങളുടെ കലാപരിപാടി കാണാൻ കഴിയാത്ത കേരളത്തോടു കൂടി ഞാൻ നിങ്ങളുടെ ഫൈനാൻസ് ഇതിൻ്റെ നിങ്ങളെല്ലാവരും സമൂഹത്തോട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much. Thank you for your valuable words.